നമസ്കാരം സുഹൃത്തുക്കളെ. ഇന്ന് നമ്മൾ രണ്ട് ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഒരെണ്ണം അദാനി എനർജി, ഗ്രീൻ എനർജി. രണ്ടാമത്തത് CG പവർ. ഇച്ചിരി സ്ലോയ. അത് എനിക്ക് തോന്നി മൈക്ക് അങ്ങോട്ട് കണക്ട് ആവും, ചെറിയ പ്രശ്നങ്ങളുണ്ട്. അപ്പം നമ്മൾ എൻട്രി എടുത്തേക്കുന്നത് ഒന്ന് അദാനി ഗ്രീൻ എനർജിയിലും രണ്ട് CG പവറിലും. രണ്ടിലും നമുക്ക് എസ് ആണ് സുഹൃത്തുക്കളെ അടിച്ചിരിക്കുന്നത്. എസ് എന്താ അല്ലേ, അടിച്ചിട്ട് സൈഡിലോട്ട് പോയാലും കുഴപ്പമില്ല. നമ്മൾ കറക്റ്റ് അടിച്ച് തിരിച്ചറിയുക. ഇത് നമ്മുടെ CG പവറിന് എൻട്രിയാണ്. 10:35 ക്യാൻഡിൽ. ഇവിടുത്തെ എൻട്രിയുടെ ആരല്ലേ നമുക്ക് ഇതിനകത്ത് കാണിക്കാം. ഒരു CG പവറിലും അദാനി ഗ്രീൻ എനർജിയിലും രണ്ടിലുമാണ് എൻട്രി എടുത്തേക്കുന്നത്. രണ്ട് ദിവസം അടുപ്പിച്ചടുപ്പിച്ചൊക്കെ തന്നെ എടുത്തത്. ടൈം അദാനിയില് 10:21 CG പവറിൽ 10:40 അടുപ്പിച്ചടുപ്പിച്ച് എടുത്തത്. രണ്ടിലും നമ്മുടെ SL നല്ല വൃത്തിയായിട്ട് അടിച്ചിട്ടുണ്ട്. കറക്റ്റ് SL അടിച്ച് അങ്ങനെ താഴെ അറിയും CG പവർ. അദാനി ഗ്രീൻ നോക്ക്. ഇവിടുന്ന് നമ്മള് അദാനി ഗ്രീനിൽ ആരുണ്ട് ഈ 10:15 ഈ ഒരു ക്യാൻഡിൽ നമ്മൾ എൻട്രി ഷോർട്ട് ചെയ്തേക്കുന്നത്. ഷോർട്ട് എൻട്രി എടുത്ത് ഇവിടുന്ന് എടുത്ത് അപ്പം തന്നെ തിരിച്ചു കയറി, അപ്പം തന്നെ SL അടിച്ച് തിരിച്ച് നേരെ വന്നു. 5 മിനിറ്റിന്റെ ഡാറ്റ ഇങ്ങനെയാണ് സംഭവിച്ചത്. നമ്മുടെ ടാർഗറ്റ് ഇവിടെ ആയിരുന്നു, ATR ആയിരുന്നു. SL അടിച്ചിട്ട് നേരെ അങ്ങോട്ട് വന്നു. നമുക്ക് എത്രയും ടാർഗറ്റ് കറക്റ്റ് എത്തിയില്ലെങ്കിൽ നമുക്ക് ആ ഒരു അത്യാവശ്യമുള്ള പ്രോഫിറ്റിൽ ഇറങ്ങായിരുന്നു. അടുത്ത കണ്ടോ, ഇതിന്റെയും ടാർഗറ്റ് ഇവിടെ ATR ആയിരുന്നു, ഈ ഭാഗത്തായിരുന്നു. ടാർഗറ്റ് അടിച്ചില്ല എങ്കിലും അതും ഒരു പ്രോഫിറ്റോ TSL ഒക്കെ വെച്ച് ഇറങ്ങേണ്ട സാധനമായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാം, നമുക്ക് ഓർഡർ ഫ്ലോ നോക്കാൻ പറ്റില്ല. അപ്പം ഓർഡർ ഫ്ലോ നോക്കിയായിരുന്നെങ്കിൽ നമ്മൾ ഏതോ ഒന്നിലും ഇറങ്ങത്തുള്ളൂ. അതായത് കറണ്ട് പോയി, KSEB നമ്മളെ പറ്റിച്ചു. അതായത് നമ്മള് അദാനി ഗ്രീനിന്റെ എടുക്കുവാണെങ്കിൽ, നമ്മൾ CG പവർ എടുക്കുവാണെങ്കിൽ, CG പവർ ഇത് മാർക്കറ്റ് ചാർട്ടാണ്. CG പവർ അല്ല, അദാനി ഗ്രീനിനകത്ത് നമുക്ക് വേണം നമ്മുടെ SL അടിക്കത്തില്ലായിരുന്നു, കറണ്ട് പോയില്ലായിരുന്നെങ്കിൽ. അദാനി ഗ്രീന് നമ്മുടെ SL അടിക്കത്തില്ലായിരുന്നു. നമ്മൾ ഓർഡർ ഫ്ലോ ഡേറ്റ നമ്മൾ കാണുന്നുണ്ടായിരുന്നു. കറണ്ട് പോയാൽ നമുക്ക് സിസ്റ്റത്തിൽ ഇത് കിട്ടത്തുള്ളൂ, സോഫ്റ്റ്വെയർ അതിലല്ലേ വർക്ക് ആവത്തുള്ളൂ, ഫോണിലൊന്നും കിട്ടത്തില്ല. അതുകൊണ്ട് നോക്കാൻ പറ്റില്ല. എൻട്രി എടുത്തപ്പോൾ തന്നെ കുറച്ച് കഴിയുമ്പോൾ കറണ്ട് പോയി. രണ്ടാമത്തെ എൻട്രി എടുത്ത് കഴിഞ്ഞപ്പോൾ CG പവർ എടുത്ത് കഴിയുമ്പോൾ കറണ്ട് പോയി. പക്ഷെ എനിക്ക് നല്ല വ്യൂ ഉണ്ടായിരുന്നു. മാർക്കറ്റ് താപ്പോട്ട് തന്നെ നമ്മുടെ ഇന്നത്തെ IB ബിഹേവിയർ, ഓപ്പണിംഗ് ക്രൈറ്റീരിയ എല്ലാം കാണിച്ചത് മാർക്കറ്റ് താപ്പോട്ടാണെന്ന്. മാർക്കറ്റ് എന്ന് വെച്ചാൽ ഇത് നമ്മുടെ CG പവറിന്റെ അദാനി ഗ്രീനിന്റെ കാര്യത്തിൽ താപ്പോട്ടാണെന്നാണ് ഇന്നത്തെ വ്യൂ കാണിച്ചത്. ആദ്യത്തെ 1 മണിക്കൂർ ആയപ്പോഴത്തേക്ക്. അതുകൊണ്ടാണ് അങ്ങനെ എൻട്രി എടുത്തത്. പക്ഷെ ഈ ഒരു സംഭവം കണ്ടോ, 30,000 ഡെൽറ്റ കയറി, മാക്സ് ഡെൽറ്റ 33,600, മിൻ ഡെൽറ്റ 0. അത് വന്നപ്പോഴേ നമ്മൾ ആ സംഭവം കണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഈ ക്യാൻഡിന്റെ ക്ലോസിൽ 11 മണിയുടെ, അതായത് ഇതിനകത്ത് 10:55 അദാനി ഗ്രീനിലെ 10:55 ക്യാൻഡിൽ ഏതാ, അത് 15 മിനിറ്റില്ല കേട്ടോ. 10:55 ഞാൻ 10:45 ഈ ക്യാൻഡില് 11 മണിയുടെ ക്യാൻഡിൽ. 11 മണിയുടെ ക്യാൻഡിൽ എന്ന് പറയുമ്പോൾ ഇതിനകത്ത് 10:45 ക്യാൻഡിൽ, 15 മിനിറ്റ് കൂടുതൽ അങ്ങോട്ട് ടൈം വരുമ്പോൾ. നമ്മൾ ഇവിടുന്ന് എൻട്രി എടുത്ത് ഈ ക്യാൻഡിലിന്റെ ക്ലോസിൽ നമ്മൾ എക്സിറ്റ് ആയി മാറിയാണ്. അപ്പൊ നമുക്ക് വേണ്ട നമ്മുടെ SL, നമ്മുടെ മാക്സിമം SL അവിടെ വെച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് അതിന്റെ പകുതി താഴെ നമുക്ക് ലോസ് വരത്തുള്ളായിരുന്നു. അതാണ് ഈ ഓർഡർ ഫ്ലോ ഒരു ഗുണം. നമ്മൾ മാക്സിമം SL വെക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പലപ്പോഴും അടിക്കത്തില്ല. ഇന്ന് ഇങ്ങനെയുള്ള സന്ദർഭം. പക്ഷെ CG പവറിൽ നമ്മുടെ SL അടിക്കും കേട്ടോ. കാരണം CG പവറിൽ നമ്മുടെ ഡേറ്റിലൊന്നും വലിയ ഉണ്ട്, സംഭവം ഉണ്ട്. ഞാൻ പറഞ്ഞുതരാം. അതായത് CG പവറില് ഇത് CG പവറിന്റെ
ഇപ്പോൾ നമ്മൾ എൻട്രി എടുത്തേക്കുന്ന എത്ര മണിക്കാ? 10:21. 10:40. 10:40 എൻട്രി എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ആയിട്ടൊക്കെ നമ്മൾ എൻട്രി എടുത്തേക്കുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ SL അടിക്കും. CG പവറിനകത്ത് നമുക്ക് ഡേറ്റ വലിയ ഫ്ലക്ച്വേഷൻ ഒന്നും കാണിച്ചിട്ടില്ല. തിരിച്ച് കയറിയപ്പോഴും നമുക്ക് വലിയ ഇത് കാണിച്ചിട്ടില്ല. പക്ഷെ ഇത് ഫ്യൂച്ചറിനകത്ത് കയറിയിട്ടില്ല. ഇത് ഫ്യൂച്ചറിന്റെ ഡേറ്റ കേട്ടോ. മറ്റേ നമ്മള് ഇതിനകത്താ ഈ കാണിക്കുന്നത് സ്പോട്ടിന്റെ ആത്ത, ഇക്വിറ്റിയുടെ ആത്ത. അപ്പൊ ഇക്വിറ്റിയിൽ നമുക്ക് കറക്റ്റ് ഇതിന്റെ മണ്ടയ്ക്കായിരുന്നു SL വരേണ്ടത്. അപ്പൊ ഞാൻ ഫ്യൂച്ചറിൽ അത്രയും കയറണമെങ്കിൽ അങ്ങനെ കയറില്ല എന്നുള്ള പ്രതീക്ഷയിലാണ് കാത്തു വെച്ചത്. അപ്പൊ നമ്മൾ ഇതിന്റെ മണ്ടയ്ക്ക് വെച്ചതിനെ വന്ന് നമ്മൾ SL അടിച്ചാൽ എനിക്ക് സംശയമൊന്നുമില്ല. പക്ഷെ SL അടിച്ചിട്ട് കറക്റ്റ് കണ്ടോ, അടിച്ചിട്ട് അതിന്റെ മേലൊരു ക്ലോസ് പോലും വെക്കാതെ തിരിച്ച് താഴെ അറിയും. എന്തോ ചെയ്യാൻ മൾട്ടിപ്പിൾ ഫാദർ ക്യാരക്ടറിസ്റ്റിക്സ് എന്നൊക്കെ പറയുന്ന സംഭവമില്ലേ, അങ്ങനെ രണ്ടിലും നമ്മുടെ SL കയറി അങ്ങോട്ട് അടിച്ച് അങ്ങനെ താഴെ വന്നു. അങ്ങനെയാണ് മാർക്കറ്റ്. ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ എന്റെ SL, അതായത് ഞാൻ 2 ട്രേഡിൽ, അപ്പൊ ഞാൻ മാക്സിമം 2,500 രൂപ, അതായത് നമ്മുടെ MTM ലോസ് വരുന്നത് 2,000 രൂപ. പിന്നെ നമുക്കൊരു 2 ട്രേഡ് എടുക്കുകയാണെങ്കിൽ പോലും ടാക്സും ബ്രോക്കറേജും എല്ലാം കൂടി 1,500 അടുപ്പിച്ച് വരും. അങ്ങനെ ഒരു 2,500 രൂപയാണ് ഞാൻ മാക്സിമം ലോസ് ഒരു ദിവസം എടുക്കുന്നത്, ലോസ് വരുമ്പോൾ. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഇന്നത്തെ എന്റെ ലോസിന്റെ അടുത്ത് അതെത്തിയിട്ടില്ല, 2,500 ഒന്നിനകത്ത് ഒരു 1,200, മറ്റേത് 700 സംതിങ്ങേ വരത്തുള്ളൂ. അതെല്ലാം കൂടെ ഒരു MTM പിന്നെ ബ്രോക്കറേജ് ചാർജസ് എല്ലാം ഒരു 10,200 രൂപ അടുപ്പിച്ച് വരും. അത്രേ ഉള്ളൂ. നമ്മുടെ ലോസ് നമ്മുടെ കയ്യിൽ നിൽക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ ഓക്കെയാണ്, ഇല്ലെന്നുണ്ടെങ്കിൽ പണി പോകാം. ഇപ്പൊ ഞാൻ അന്നേരത്തെ വാശിക്കുന്ന ആലോചിച്ച് നോക്കി, ഇവിടെ ഇത്രയും വലിയ യാണ്ട് തീർന്നു. ഞാനപ്പോ വിചാരിക്കും ഇന്ന് എന്നാ പിന്നെ മാർക്കറ്റിന് തിരികെ വരുന്നത്, ഞാൻ ഇവിടുന്ന് ബൈ ചെയ്യാം. ഇങ്ങനൊരു ഇവിടുന്ന് ബൈ ചെയ്ത ഇത് ഭയങ്കരമായിട്ട് പറക്കും, ഭയങ്കര ഞാനല്ല വന്നേക്കുന്നതൊക്കെ വിചാരിച്ച അന്നേരത്തെ ഒരു ഈഗോയിൽ ബൈ ചെയ്തിട്ട് ഇതിന്റെ താഴെ SL വെച്ചാൽ ആലോചിച്ച് നോക്കി. ഒറ്റ അടുത്ത ക്യാനിൽ നേരെ വന്ന് SL അടിക്കുക പറ്റി. 2 ക്യാനിൽ കഴിയുമ്പോൾ SL അടിച്ചു. അന്നേരത്തെ ഒരു മാനസികാവസ്ഥ ആലോചിച്ച് നോക്കി. ഈ മാനസികാവസ്ഥ എനിക്ക് ഇതിന് പലതവണ കിട്ടിയിട്ടുണ്ട്. ഈ പിന്നെ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് ചെയ്ത് നമുക്ക് അടിയിട്ട് പിന്നെ നമ്മള് സെറ്റായി. പിന്നെ നമ്മളിപ്പോ എഴുതുന്ന കാണിച്ചത് കാണിച്ചാൽ നമുക്ക് കിട്ടും. പിന്നെ ഞാൻ ചെയ്താണെങ്കിൽ എനിക്ക് എന്താ വെച്ചാൽ അതാനും CG പവറിലും രണ്ടും ഭയങ്കര ബുള്ളിഷ്നസ് അല്ലേ അന്നേരം കാണിച്ചത്. വലിയ ക്യാനിലില്ലേ, അപ്പൊ ഈ വലിയ 2 ക്യാനിൽ കണ്ടോളൂ. ഇത് ഹൈ ബ്രേക്ക് ചെയ്യപ്പോഴത്തേക്കും ഇതൊക്കെ ഷൂട്ടിംഗ് സ്റ്റാർ അല്ല അങ്ങോട്ട് മേളില ഭയങ്കര വിൽക്കുന്നത്, ഇതൊക്കെ ഭയങ്കര താഴെ ഇത്രയും ബുക്ക് വന്നിട്ട് ഇത് ഭയങ്കര ബുള്ളിഷ് ക്യാനിലാണെന്നൊക്കെ പറയാം. ഇവിടെയൊക്കെ പോയി എൻട്രി എടുത്താണെങ്കിൽ SL അടിക്കുന്നില്ലേ. ഇപ്പൊ എനിക്കൊരു കുഴപ്പമില്ല. ഇന്ന് എന്റെ ഒരു ലോസ് 2,500 രൂപയ്ക്ക് ആദ്യം എന്റെ ലോസ് ഞാൻ പ്ലാൻ ചെയ്തിരുന്ന ലോസ് അതിനകത്ത് നിന്നു. ഓക്കെ, ലോസ് ആകുമ്പോൾ ഉണ്ടാവും. പക്ഷെ ഞാൻ ഇതിന് ശേഷം വീണ്ടും അത് റിക്കവർ ചെയ്യാൻ പോയി ഈ ട്രേഡുകൾ എടുത്ത് SL അടിച്ചാൽ എന്റെ അവസ്ഥ ചോദിക്കും. നമ്മുടെ മനസ്സ് നമ്മുടെ കയ്യിൽ പോകും. അടുത്ത ദിവസവും അതിന്റെ അടുത്ത ദിവസം എല്ലാം ഇത് നമ്മുടെ മനസ്സിൽ കിടക്കും. നമ്മുടെ ട്രേഡ് നമ്മൾ കറക്റ്റ് എടുക്കില്ല. അതുകൊണ്ട് കൃത്യമായിട്ടുള്ള SL പ്ലാൻ ചെയ്തോ, ആ SL-നകത്ത് നിന്ന് വെളിയിൽ പോകരുത്. ഓക്കെ, പിന്നെ അത്രേ ഉള്ളൂ. എൻട്രിയുടെ റീസൺ പറഞ്ഞോ, ചുമ്മാ ആയിട്ടായിരിക്കും. എൻട്രിയുടെ റീസൺ എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മളിതാ ഈ ഒരു ട്രേഡിങ് ഇപ്പൊ അങ്ങനെ അങ്ങോട്ട് ഉപയോഗിക്കാത്തത്. ഈ ഒരു ഷൂട്ടിംഗ് സ്റ്റാർ അല്ല, ഈ ഒരു റിജക്ഷൻ കണ്ടോ, 50 EMA ടൈം ഫ്രെയിമിലുള്ള 50 EMA റിജക്ഷൻ വന്നപ്പോൾ ഇവിടെ താപ്പടി എൻട്രി എടുത്തേ. അത് നേരെ തിരിച്ച് നമ്മൾ SL ഇവിടെ ആയിരുന്നു, SL അടിച്ച് താഴെ വന്നു. പിന്നെ അദാനി ഗ്രീൻ എന്ന് പറയുമ്പോൾ IB ബ്രേക്ക്, അതായത് ആദ്യത്തെ 1 മണിക്കൂർ ക്യാൻഡലിന്റെ ലോ ബ്രേക്ക് ഇവിടുന്ന് ചെയ്തിട്ടുണ്ട്, ഈ സംഭവത്തിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ അവിടുന്ന് അങ്ങനെ ഒരു എൻട്രി എടുത്തു, അതും തിരിച്ചു കയറി IBയുടെ ഹൈ ബ്രേക്ക് ആയിട്ട് തിരിച്ചു വന്നു. എന്താ അല്ലേ ഓരോരോരോ ഇവന്മാരോടൊക്കെ ആര് പറഞ്ഞു ഞാൻ ഈ ട്രേഡിനകത്തുണ്ട്. ഞാൻ കൃത്യമായിട്ട് SL കുറിച്ച് എനിക്കതാ മനസ്സിലാവത്തു. പോട്ടെ. പിന്നെ ഇതിനകത്തൊക്കെ ഷോർട്ട് വ്യൂ വന്നതെന്ന് പറയുമ്പോൾ ഒരു ഷോർട്ട് എൻട്രി എടുക്കാനുള്ള ബെറ്റർ വ്യൂ എന്ന് വെച്ചാൽ നമ്മുടെ മാർക്കറ്റ് പ്രൊഫൈലും നമ്മുടെ IB ബിഹേവിയറും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ. ഇപ്പൊ IBയുടെ അദാനി ഗ്രീനിന്റെ മാർക്കറ്റ് പ്രൊഫൈൽ ചാർട്ട് നോക്കുമ്പോൾ ഇന്നലെ രാവിലെ നമ്മൾ പ്ലാൻ ചെയ്തിരുന്ന, ഇന്നലെ രാത്രി നമ്മൾ അനാലിസിസ് ചെയ്ത് വെച്ച ബുള്ളിഷ് എൻട്രിയാണ്. അതിന് നമ്മുടെ ഈ വാല്യൂയുടെ മണ്ടയ്ക്ക് മാർക്കറ്റ് ഓപ്പൺ ആവാൻ, പക്ഷെ അതിന് താഴെ ഓപ്പൺ ചെയ്ത് IB ബിഹേവിയറും എല്ലാം നമുക്കൊരു ഷോർട്ട് ട്രേഡാണ് കാണിച്ചത്. അതുകൊണ്ടാണ് ഷോർട്ട് ട്രേഡ് എടുത്തത്. അതേപോലെ തന്നെ CG പവറിലും മാർക്കറ്റ് പ്രൊഫൈൽ ചാർട്ട് വെച്ച് ഇന്നലെ മാർക്കറ്റ് ക്ലോസ് ചെയ്ത് നമ്മൾ അനാലിസിസ് ചെയ്യുമ്പോൾ നാളെ ഒരു ബുള്ളിഷ്, ഇന്നത്തെ ഒരു ബുള്ളിഷ് ആയി നമുക്ക് ഉണ്ടായിരുന്നത്. പക്ഷെ ഓപ്പണിംഗ് ബിഹേവിയറും IB ക്രൈറ്റീരിയയും എല്ലാം നമുക്ക് ഷോർട്ട് ട്രേഡ് കാണിച്ചു. അതുകൊണ്ട് ഷോർട്ട് ട്രേഡ് എടുക്കും. പക്ഷെ SL അടിച്ചു.
എന്ത് ചെയ്യാം, ചില സമയങ്ങളിൽ ഇങ്ങനെയുള്ള സമയങ്ങളിലാണ് നമ്മൾ നമ്മളുടെ എന്താണ് അതിന്റെ പേര് പറയുന്നത്, നമ്മളെ ഒരു ആത്മ കൺട്രോളിന് മലയാളം അയ്യോ അത് മറന്നു. ആത്മസംയമനം കൈവിടാതെ നമ്മൾ സംയമനം പാലിക്കേണ്ടത്. നമ്മൾ ഈ ഇമോഷൻസ് കൈവിടാതെ നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ എസ് ബുക്ക് ചെയ്ത് മാറി ഉണ്ടാതിരിക്കും. ആ എസ് അടിച്ചപ്പോഴത്തേക്ക് നമ്മൾ സിസ്റ്റം ഓഫ് ചെയ്ത് മാറി. ഇതൊക്കെ പിന്നെ വൈകുന്നേരം വേണ്ടായിരുന്നു. പിന്നെ നമ്മളെ കറക്റ്റ് കാൽക്കുലേറ്റർ എത്തിയിട്ട് വൈകുന്നേരം പിന്നാക്കാണ്ടത്. അപ്പം ഓക്കെ, ഇന്നത്രേ ഉള്ളൂ. ആർക്കെങ്കിലും ഇത് എന്തെങ്കിലും പറഞ്ഞ മനസ്സിലാവത്തുള്ളൂ, അല്ലെ ഓർഡറിലൂടെ മാർക്കറ്റ് പ്രൊഫൈലിനെ പറ്റി എന്തെങ്കിലും കാര്യം അറിയണമെങ്കിൽ കമന്റ് ചെയ്താൽ മതി. എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ശരി, ഗുഡ് ബൈ, ബൈ ദ ബൈ. ഓക്കെ, ബൈ ബൈ.